സർക്കാർ പ്ലീഡർ നിയമനത്തെ ചൊല്ലിയുള്ള മുഖ്യമന്ത്രി KSU പോര് മുറുകുന്നു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ സമയം ചോദിച്ചെങ്കിലും ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. വിവാദത്തിൽ മുഖ്യമന്ത്രി VD സതീശനെ ചാണ്ടിയുമ്മൻ പിന്തുണച്ചു. മുഖ്യമന്ത്രിയെ അനാവശ്യമായി വിവാദത്തിലേക്ക് വലിച്ചിടരുതെന്ന് ചാണ്ടിയുമ്മൻ പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞത് വേരിയസ് ആസ്പെക്ട്സ് പഠിച്ചിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ലോയേഴ്സിനെ വെക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിനുള്ള ഇൻഫർമേഷൻ, അദ്ദേഹത്തിനുള്ള ഒരു നോളജ് എല്ലാവർക്കും അതിനകത്ത് ഉണ്ടാവണമെന്നില്ല. അപ്പം അദ്ദേഹം പഠിച്ചിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പം അത് എല്ലാവർക്കും ചിലപ്പം അറിയണമെന്നില്ല എന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ എന്തിനാണ് വെറുതെ ഒരു അനാവശ്യമായൊരു വിവാദം നമ്മൾ അദ്ദേഹത്തെ വലിച്ചഴക്കുന്നതിനൊക്കെ. അതേസമയം KSUവിനെതിരായ പ്രതികരണത്തിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് അനൂപ് VR രംഗത്ത് വന്നു. ഹിന്ദു ഐക്യവേദിയോട് കാണിച്ച അനുഭാവപൂർണമായ സമീപനം KSU നേതാക്കളോട് കാണിക്കേണ്ടതായിരുന്നുവെന്ന് അനൂപ്. മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിൽ മറുപടി പറഞ്ഞ് ജിൻഡോ ജോണും രംഗത്തെത്തി. പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കുന്നത് രാജശീലങ്ങളാണല്ലോ എന്നാണ് ജിൻഡോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിശദാംശങ്ങളുമായി ബിനിൽ ലീല സാബുവാണ് ചേരുന്നത്. ബിനിൽ, ഇതിപ്പോൾ സർക്കാർ പ്ലീഡറായി SFI നേതാവിനെ നിയമിച്ചു എന്നതാണ് ഇവിടെ ആരോപിക്കുന്ന പ്രധാന പ്രശ്നം. അതിനെതിരെ ഇന്നലെ KSU രംഗത്ത് വരുന്നു. അലോഷ്യസ് സേവ്യർ, ഗോകുൽ ഗുരുവായൂർ തുടങ്ങിയവർ പരസ്യമായി പ്രതികരിക്കുന്നു. ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കളാണ്. അവസാനമായി വന്ന ജിൻഡോ ജോണിന്റെ ഫേസ്ബുക്ക് അടക്കം നോക്കിയാൽ അതിരൂക്ഷ ഭാഷയിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നത്. രാജവാഴ്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങളാണ് അതിൽ കാണാൻ കഴിയുന്നത്. ലിനിഷ, തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരത്തിൽ KSUവും പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശനും തമ്മിൽ ഒരു കൊമ്പുകോർക്കൽ ഉണ്ടായിരുന്നു. അതിന് തുടർച്ച എന്ന് വേണം പറയാൻ. ഇവിടെ തിരുവനന്തപുരത്ത് ലോ കോളേജിൽ പഠിച്ചിരുന്ന ഒരു അഭിഭാഷകയാണ് ഈ പ്ലീഡറായി, സർക്കാരിന്റെ പ്ലീഡറായി നിയമിച്ചിട്ടുള്ളത്. ജയോണ ജെയിംസിനെ നിയമിച്ചത്. അപ്പോൾ തന്നെ ആ നിയമന ഉത്തരവ് വന്നപ്പോൾ തന്നെ KSUവിന്റെ ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അവർ ആ കാലത്ത് 2015-19 കാലത്ത് ഭാരവാഹികളായിരുന്ന അന്നത്തെ KSUയുടെ നേതാക്കളുടെ ഒപ്പ് സഹിതമാണ് ഈ പരാതി നൽകിയത്. ഈ നിയമനത്തിൽ അപാകതയുണ്ട്, പുനഃപരിശോധിക്കണം എന്നാണ് ആവശ്യം ഉന്നയിച്ചത്. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മുഖ്യമന്ത്രിയോട് ഈ ചോദ്യം ചോദിച്ചു. അപ്പോഴാണ് മുഖ്യമന്ത്രി ഒരു പരിഹാസ രൂപേണയുള്ളൊരു മറുപടി നൽകിയത്. KSU യൂണിറ്റ് കമ്മിറ്റിയാണോ പ്ലീഡറെ തീരുമാനിക്കുന്നത് എന്ന മറു ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. മാത്രമല്ല, അവർക്ക് ഇക്കാര്യത്തിൽ ഒരു കാര്യവുമില്ല എന്ന പ്രതികരണവും അദ്ദേഹം നടത്തി. KSU നേതാക്കളെ ഇത് വലിയ രീതിയിലാണ് ചൊടിപ്പിച്ചത്. വലിയ വിമർശനം അക്കാര്യത്തിൽ KSU നേതാക്കൾക്കുണ്ട്. അലോഷ്യസ് സേവ്യറിലെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ കാര്യം വ്യക്തമായി പറയുകയും ചെയ്തതാണ്. പ്രധാനമായും അദ്ദേഹം പറഞ്ഞ കാര്യം ഇത് വൈകാരികമായ പ്രശ്നമാണ്. അക്കാലത്ത് SFI നേതാവായിരുന്നു. KSU നേതാക്കളെ തല്ലുന്നതിൽ SFI നേതാക്കൾ അന്ന് ഉണ്ടായിരുന്നു. അക്കാലത്ത് ആ നേതാവായിരുന്ന ആളെയാണ് പ്ലീഡറായി നിയമിച്ചത്. അത് പ്രതിഷേധാർഹമാണ്, വൈകാരികമായ വിഷയമാണ്. മുഖ്യമന്ത്രി പ്രതികരിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടിയിരുന്നെന്നാണ് അലോഷ്യസ് സേവ്യർ അതിനോട് പ്രതികരിച്ചതിൽ കടുത്ത എതിർപ്പ്, അമർഷം KSUവിന് ഇക്കാര്യത്തിലുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ VR അനൂപ് കോൺഗ്രസിന്റെ വക്താവാണ്. അദ്ദേഹവും വിമർശനവുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ KSU നേതാവിന് ഈ കാണാൻ അനുമതി നൽകിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആ അനുമതി നൽകാത്തത് ഹിന്ദു ഐക്യവേദിയുടെ RV ബാബുവിനെയും KP ശശികലയെയും മുഖ്യമന്ത്രി കണ്ടു, അതിനെ ന്യായീകരിക്കുകയും ചെയ്തു. ആ കണ്ട മനോഭാവമെങ്കിലും ഇക്കാര്യത്തിലും കാണിക്കേണ്ടതായിരുന്നു എന്നൊരു വിമർശനമാണ് അനൂപ് VR ഉന്നയിച്ചത്. നിലവിൽ എന്തായാലും മുഖ്യമന്ത്രിയെ കാണാൻ ഉറച്ചു തന്നെയാണ് KSU ഉള്ളത്. ഇന്നലെയും ഇന്നുമായി അക്കാര്യത്തിന് നേരിട്ട് കാണുന്നതിന് ശ്രമിച്ചിരുന്നു. പക്ഷേ അനുമതി മുഖ്യമന്ത്രി നൽകിയിട്ടില്ല. അദ്ദേഹം കൊല്ലത്തേക്ക് ചില പരിപാടികളുമായി ബന്ധപ്പെട്ട് പോവുകയാണ് ചെയ്തത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് ഈ എതിർപ്പും അതൃപ്തിയും അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിലുണ്ടായ അപാകതയും ചൂണ്ടിക്കാണിക്കുമെന്ന് തന്നെയാണ് KSUവിന്റെ നേതാക്കൾ ഇപ്പോഴും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ KSU നേതാക്കൾക്ക് മാത്രമല്ല കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ വലിയ എതിർപ്പ് ഇക്കാര്യത്തിലുണ്ട്. അവർ പരോക്ഷമായി ഇത് പറയുകയും ചെയ്തു. KPCCയുടെ പല യോഗങ്ങളും വരാനിരിക്കുകയാണ്. ആ യോഗം വിളിച്ചാൽ ഇക്കാര്യമടക്കം പല വിഷയങ്ങളും മുഖ്യമന്ത്രിക്കെതിരെ ചൂണ്ടിക്കാട്ടാനാണ് മറ്റ് ഗ്രൂപ്പുകളിലുള്ള ചില നേതാക്കൾ ആലോചിക്കുന്നത്. അക്കാര്യം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ഒടുവിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ ജിൻഡോ ജോണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. വലിയ വിമർശനമാണ് ഇക്കാര്യത്തിൽ അദ്ദേഹം പറയുന്നത്. എത്ര പുസ്തകം വായിച്ചു എന്നല്ല, എത്ര ഉത്തരം നൽകി എന്നുള്ളതല്ല എന്ന ഈ VD സതീശനെ പരോക്ഷമായി കുത്തിയുള്ള പ്രതികരണം കൂടിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇക്കാര്യത്തിൽ വലിയ വിമർശനങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്നും
ഉണ്ടാകാനുള്ള ഇടയുണ്ട്. അതേസമയം തന്നെ മുതിർന്ന നേതാക്കൾ ഇക്കാര്യത്തിൽ ഇടപെട്ട ഈ പ്രശ്നം അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാൻ നീക്കം നടത്തുന്നുണ്ട്. ഇത് അധികം മുന്നോട്ട് പോയാൽ സർക്കാരിനെ വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് പ്രശ്നം രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും മുതിർന്ന നേതാക്കൾ ആലോചിക്കുക. എന്തായാലും ആലോചന നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിലും എന്തായാലും ഇതിന്റെ ബാക്കി പത്രങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ലിനിഷ. ശരി.